അമ്മയുടെ ഒരു പരാതി തീർക്കാൻ വേണ്ടിയിട്ടാട്ടോ മെഷീനുമായിട്ട് ഇറങ്ങിയത്. ഇന്നത്തെ ഒരു പരിപാടി ഇതാവട്ടെ. റംബുട്ടാൻ മരമായിരുന്നു കേട്ടോ ഇത്. അത് എന്തോ കേട് പിടിച്ച് ഉണങ്ങിപ്പോയി. ഭയങ്കര ഹൈറ്റ് ഉണ്ടായിരുന്നു. നാടൻ ടൈപ്പ് റംബുട്ടാൻ മരമായിരുന്നു. അങ്ങനെ അത് വിറകിന് സൈസാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര കുഞ്ഞു കുഞ്ഞു പീസാക്കുന്നത്. അതാകുമ്പോൾ എടുത്തിടാനും എളുപ്പം, കൊത്തി മുറിക്കാനും എളുപ്പം. നമ്മുടെ കുഞ്ഞിനെ കൂട്ടി ലോഡിങ്ങിന് അവന് ഭയങ്കര നിർബന്ധം ഇതെടുത്ത് വണ്ടിയിൽ കയറ്റണം, വണ്ടി ഉന്തണം. ഇതൊക്കെ അവൻ്റെ ആഗ്രഹം. ഇങ്ങനെ ഒരു അടി സൈസായിട്ട് മുറിച്ചാൽ വേഗം അടിച്ച് പിന്നെ കൊത്തി കീറാൻ വേഗം പറ്റും. ഇതാകുമ്പോൾ ഇത് തീ കത്തുന്നതാണ് ഒരു രസം കേട്ടോ. പണ്ടൊക്കെ ചൂട്ട് കത്തിച്ചാണ് തീ പിടിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അതൊക്കെ മാറി. ചൂട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരു അറിയാത്ത കാലമായി. ചൂട്ടെന്ന് പറഞ്ഞാൽ അറിയില്ലേ, നമ്മുടെ ഓല, തെങ്ങിൻ്റെ ഓലയ്ക്ക് ഉണങ്ങിയതിനെയാണ് ചൂട്ടെന്ന് പറയുന്നത്. ചൂട്ട് കത്തിച്ച് പോവുക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതാണ് ചൂട്ട്. സാധാരണ അതൊക്കെ ചൂട്ട് കത്തിച്ചിട്ടാണ് തീ പിടിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇന്നതൊക്കെ മാറി ഗ്യാസിലേക്കും ഇൻഡക്ഷൻ കുക്കറിലേക്കും കറണ്ട് അടുപ്പും അങ്ങനത്തെ കോയിലും എല്ലാത്തിലേക്കും മാറി. പക്ഷേ രാവിലെ തന്നെ അടുപ്പ് പോകഞ്ഞാലേ അതൊരു വീടിനൊരു ഐശ്വര്യമല്ലേ. വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഞാനിതിങ്ങനെ എത്ര കുഞ്ഞു കുഞ്ഞു പീസാക്കി ഇട്ടാലും ഞാൻ എന്നിട്ട് ഭയങ്കര ഡയറക്ഷനൊക്കെ കൊടുക്കും. ഇത് രാവിലെ തീ പിടിപ്പിക്കാൻ മാത്രമേ എടുക്കാവുള്ളൂ എന്നൊക്കെ പറയും. എന്നിട്ടും കാര്യമൊന്നുമില്ല. ഇതെല്ലാം ആദ്യമേ തീ പിടിപ്പിച്ചിട്ടെല്ലാം തീർക്കും. വീണ്ടും സാധാരണ പോലെയാവും. അങ്ങനെ അമ്മയും കൂടെ കൂടി കേട്ടോ കൂട്ടിന് വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ കാര്യങ്ങൾ ചെയ്തിരിക്കാൻ ഭയങ്കര രസമാണ്. അങ്ങനെ അമ്മയുടെ വർത്താനങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്നു. പണ്ടത്തെ ആൾക്കാർക്കൊരു കാര്യമുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. വിറകൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറകൊക്കെ അടുക്കിയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അതിലപ്പുറം വേറെ ഒരു സന്തോഷമില്ല. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കൂടെ പെറുക്കിയൊക്കെ ഇടാനൊക്കെ ഒരു ഭയങ്കര രസമാണ്. എല്ലാവരും കൂടെ കൂടി ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഭയങ്കര ഒരു രസമാണിത്. അപ്പം അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. അങ്ങനെ നമ്മളിതൊക്കെ ഒന്നിച്ച് ചെയ്യുക, ഇതിങ്ങനെ ഒരു വെറൈറ്റി ഒരു സംഭവങ്ങൾ ചെയ്യും. ഇതൊന്നും അങ്ങനെ സാധാരണ നമ്മൾ ചെയ്യുന്നതല്ലല്ലോ. അതുകൊണ്ട് ഇതൊക്കെ അങ്ങനെ ചെയ്യുമ്പം ഒരു രസം. അതാണ് നമുക്കൊരു സമയം പോക്കുമായി. ഞങ്ങളുടെ ചെറുപ്പകാലത്തിലൊക്കെ ഞങ്ങൾ ഈ അയൽവക്കക്കാരോടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ വിറകാക്കിയോ, മഴ തുടങ്ങുന്നതിന് മുമ്പ് വിറകാക്കിയോ. അപ്പോൾ അന്നേരമൊക്കെ വിറക് വര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ എന്ത് പറഞ്ഞാലും ഒരു വിറക് വരയൊക്കെ ഉണ്ടാവും. അതിന് ശേഷമല്ലേ കുറേ കാലങ്ങളൊക്കെ മാറി കുറേ ഇങ്ങനത്തെ പുതിയ യുഗത്തിലേക്കൊക്കെ വന്ന്. അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാരോടൊക്കെ ഇപ്പോഴത്തെ പിള്ളേരോടൊക്കെ വിറക് വരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയുന്നുണ്ടാവില്ല സംഭവം. അന്നേരം വേനൽക്കാലമൊക്കെ ആകുമ്പം തേങ്ങ പറിക്കുന്ന സമയത്ത് ഒരുമാതിരിപ്പെട്ട ഉണങ്ങിയ മടലുകളൊക്കെ കുത്തിയിടും. ഈ മടലുകളൊക്കെ ചീന്തി വലിയ കെട്ടുകളൊക്കെ ആക്കി വെക്കും. ചൂട്ട് കെട്ടുകളാക്കിയിട്ട് അതിൻ്റെ തട്ടിൻ്റെ മുകളിലൊക്കെ വെക്കുന്ന ഒരു ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പം അതൊന്നുമില്ല. ആചാരങ്ങളൊക്കെ മാറി. ഒരു കാലത്ത് ചിമ്മിണിക്കകത്ത് തീ കത്തിച്ചുകൊണ്ടിരുന്നത് റബ്ബർ പുകയ്ക്കാനും ഇറച്ചി ഉണക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതലും വിറകുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പം പുകയില്ലാത്ത അടുപ്പുകളായി. അപ്പോൾ ഈ പുകയ്ക്കുന്നതൊക്കെ സെപ്പറേറ്റ് പുകപ്പരകളായി മാറി. അന്നേരം കൂടുതലും വിറകുകളും മറ്റ് ചകിരിയെല്ലാം കത്തിച്ച് പുകയ്ക്കാനൊക്കെ ഈ പുകപ്പരയിലേക്ക് മാറി. ഞാൻ മുന്നേ പറഞ്ഞില്ലേ ഈ ചൂട്ടുകെട്ടുകളാക്കുന്നതും അതേപോലെ ഈ വിറകുകളൊക്കെ ആക്കിക്കൊണ്ടിരുന്നതും വീട്ടിലെല്ലാവരും കൂടെ കൂടിയിട്ടായിരുന്നു. അത് ഭയങ്കര ഒരു ആഘോഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പം അതൊക്കെ എല്ലാം അങ്ങനെ ഒരു അന്യം നിന്ന് പോയില്ലേ. ഇപ്പോൾ ആൾക്കാർ കുറഞ്ഞു, പിള്ളേർക്ക് അതിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാതായി. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കായി. എന്താന്ന് പറഞ്ഞാലും നമ്മുടെ പുകയെടുപ്പിലാക്കുന്ന ഭക്ഷണത്തിന് അത്ര ടേസ്റ്റൊന്നും ഒരു സാധനത്തിലും കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു കാലത്ത് നല്ലോണം കായ്ച്ചുകൊണ്ടിരുന്ന മരങ്ങളായിരുന്നു കേട്ടോ ഈ റംബുട്ടാൻ മരമൊക്കെ. പിന്നെ ഇത് വവ്വാലുകൾ ഭയങ്കരമായിട്ട് വന്ന് തിന്നാൻ തുടങ്ങിയപ്പം നിപ്പയുടെ അസുഖങ്ങളും അങ്ങനെ പേടിയായതിനു ശേഷമാണ് ഈ മരം അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റാതെ അങ്ങനെയാണ് ഈ മരം കേടായി പോയതും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നതും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ.